ഇന്ന് ഞാൻ ഒരു വഴുതിരിങ്ങ വെച്ചിട്ടൊരു ബജ്ജി ഉണ്ടാക്കാനാണ് പോണത്. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നതിന് മുമ്പ് ആ വഴുതിരിങ്ങ എനിക്കൊന്ന് കാണിക്കണം. ഇത് ഇങ്ങനെയുള്ള വഴുതിരിങ്ങ വെച്ചിട്ടാണ് ഞാൻ ചെയ്യണത്. കണ്ടോ, ഇത് നല്ല വലിപ്പമുണ്ട്. നിങ്ങൾക്ക് എങ്ങനെ കാണണമെന്ന് എനിക്കറിയില്ല. ഇത് നല്ല നമ്മുടെ നാട്ടിൽ നാടൻകായ വഴുതിരിങ്ങ എന്നൊക്കെ പറഞ്ഞിട്ട് കിട്ടും, പച്ച. ഇതതുമല്ല, ഇതൊരു ലൈറ്റ് പർപ്പിൾ കളറാണ്, ഗ്രീനും ഉണ്ട് അതിൽ. ഇതിവിടെ അങ്ങനെ ഫാർമേഴ്സ് കൊണ്ടുവരുന്നതാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. പല വിധത്തിൽ വഴുതിരിങ്ങ കാണാമല്ലോ. അപ്പോൾ ഇത് വെച്ചിട്ട് ഇന്നൊരു ബജ്ജി ചെയ്യാനാണ് ഞാൻ പോണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം വഴുതിരിങ്ങ ഞാനൊന്ന് മുറിക്കട്ടെ. ഇപ്പോൾ ഞാൻ ഈ വഴുതിരിങ്ങയൊക്കെ ഇങ്ങനെ വട്ടത്തിൽ ഇതെങ്ങനെ ഇരിക്കും ഘനത്തിലാണ് മുറിച്ചിരിക്കുന്നത്. ഒരുപാട് വഴുതിരിങ്ങ ആയതുകൊണ്ട് നമുക്കതിനെ ഒരുപാട് തിന്നായിട്ട് മുറിക്കാൻ പറ്റില്ല. ഇങ്ങനെ മുറിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനെ ഞാൻ നല്ല ഉപ്പ് വെള്ളം ഇട്ടിട്ട് കഴുകി അതിൻ്റെ കറുപ്പൊന്ന് പോകാൻ, നമ്മൾ മുറിച്ച് വയ്ക്കുമ്പോഴേക്കും കുറച്ച് കറുപ്പ് വരും, കണ്ടിട്ടുണ്ടോ? ഇപ്പോൾ ഇതിൽ കറുപ്പ് നിറമൊന്നും വലുതായിട്ടില്ല. പിന്നെ ഇനി എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ കടലമാവിലാണ് ഉണ്ടാക്കാൻ പോണത് ഈ ബജ്ജി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി, ഒരു 2 പച്ചമുളക്, വലിയ എരിവൊന്നുമില്ല, ഒരു 4-5 ഉള്ളി, ഇതെല്ലാം കൂടി ഒന്നിങ്ങനെ ചതച്ചിട്ട് പോരാം. ഇപ്പോൾ ഞാൻ ഒരു 3/4 കപ്പ് കടലമാവ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ 1 ടീസ്പൂൺ അരിപ്പൊടി ചേർക്കുന്നുണ്ട്, ജസ്റ്റ് ഒരു ക്രിസ്പിനെസ്സിന് കേട്ടോ. ഇത് വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാം. പിന്നെ ഞാൻ പച്ചമുളക്, ഇഞ്ചി, ഉള്ളി ഇതെല്ലാം കൂടി ചതച്ചത് ഇതും കൂടി ഇതിലേക്ക് ഇടുന്നുണ്ട്. ഇനി ഞാനിത് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്യും. പക്ഷെ അതിന് മുമ്പ് ഞാനൊരു കാര്യം പറയട്ടെ, ഒരു ലേശം കായം കൂടെ ചേർക്കുന്നുണ്ട്. ഒരു ലേശം കായം കൂടെ ചേർത്തിട്ട് കളറിന് വേണ്ടിയിട്ട് ഒരു ലേശം കാശ്മീരി ചില്ലി പൗഡർ, ഒരു 1/2 ടീസ്പൂൺ. മഞ്ഞളൊന്നും ചേർക്കുന്നില്ല, വേണ്ടവർക്ക് ചേർക്കാം, പക്ഷെ ഞാൻ ചേർക്കുന്നില്ല. അപ്പോൾ ഇനി ഞാനിത് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്യാൻ പോവാണ്. ഉപ്പിടാൻ പോകുന്നത്, ഉപ്പ് പാകത്തിന് ഇടുന്നുണ്ട്, നോക്കിയിട്ട് വേണോ നോക്കിയിട്ട് മിക്സ് ചെയ്യാം. വളരെ കുറച്ചാണ് ഇപ്പോൾ വീണിരിക്കണത്, നോക്കട്ടെ. എണ്ണ ആയോ എന്നൊന്ന് നോക്കുക കേട്ടോ ഞാൻ. ഓക്കെ. ഇനി ഞാൻ മാവ് മിക്സ് ചെയ്തു. അതിലേക്ക് ഞാനിങ്ങനെ ഓരോ വഴുതിരിങ്ങ ഇങ്ങനെ മുക്കിയിട്ട് ഇടുകയാണ് കേട്ടോ. ഇനി ഇതിനെ ഒന്ന് ഞാൻ മറിച്ചിടുകയാണ്. ഒരുപാട് ഹൈ ഹീറ്റിൽ എപ്പോഴും വെക്കരുത്. എന്താ വെച്ചാൽ അത് നന്നായി ഒന്ന് മെല്ലെ വെന്ത് വരണം, അല്ലാണ്ട് വേഗം അത് ആയിക്കഴിഞ്ഞിട്ട് അങ്ങനെ എടുത്ത് ഇടാൻ പറ്റില്ല നമുക്ക്. അപ്പോൾ അതൊന്ന് മെല്ലെ ഒരു മീഡിയം ഹീറ്റിൽ വെക്കുക. ആദ്യം എണ്ണ കഴിഞ്ഞ ശേഷം, എണ്ണ കാഞ്ഞ് വന്ന ശേഷം ഇതൊരു മീഡിയം ഹീറ്റിൽ വെച്ചാൽ വഴുതിരിങ്ങി നന്നായി വെന്ത് മാവ് അതിൻ്റെ ഒപ്പം നന്നായി വെന്ത് വരും. ഇതിപ്പോൾ ഇതിന് ക്രിസ്പിനെസ്സും ഉണ്ട്. അത് 1 സ്പൂൺ അരിപ്പൊടി ചേർത്താൽ നല്ല ക്രിസ്പിനെസ് വരും. ഒരുപാട് സോഫ്റ്റ് ആയിരിക്കില്ല, സോഫ്റ്റായി വേണമെന്നുള്ളവർക്ക് അത് ആഡ് ചെയ്യണ്ട. ഇപ്പം ഞാനിത് നന്നായി മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഞാനിതിനെ ഒന്ന് വാങ്ങി ഇടട്ടെ. ഇപ്പം എൻ്റെ രണ്ടാമത്തെ ബജ്ജി ഇട്ട് കഴിഞ്ഞു. ഫ്രണ്ട്സ്, ഇപ്പം എൻ്റെ ബജ്ജി, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബജ്ജി, വഴുതിരിങ്ങ ബജ്ജി റെഡിയായി. അതിൻ്റെ കൂടെ കഴിക്കാൻ ഞാൻ എപ്പോഴും ഉണ്ടാക്കുന്ന മാതിരി മല്ലി പുതിന ഇല വെച്ചിട്ടുള്ള ചട്നിയാണ്. ചട്നി എന്ന് പറഞ്ഞാൽ മല്ലിയില, പുതിന ഇല, മുളക്, ഒരു കഷ്ണം ഇഞ്ചി, അതിന് പുളി ചേർക്കാം, അല്ലെങ്കിൽ നാരങ്ങ ചേർക്കാം. നാരങ്ങ നീര് ചേർത്ത് അരച്ചാൽ കുറച്ചും കൂടി നല്ല കളർ കിട്ടും. ഇത് ഞാൻ ലേശം പുളി ഇട്ടിട്ട് അരച്ചു, അതുകൊണ്ടാണ് ഒരു ലേശം ഡാർക്ക് ഗ്രീൻ കളർ. പിന്നെ ഞാൻ പറയുന്നൊരു ടിപ്പ് എന്താ അറിയോ, നമ്മളിത് കടലമാവ് വെച്ച് ചെയ്യുമ്പോൾ ഒരു 1/2 ടീസ്പൂണോ 1 ടീസ്പൂണോ അരിപ്പൊടി ഇട്ടാൽ വലിയ പ്രശ്നമില്ല.
അല്ല വെറും കടലമാവിൽ ഉണ്ടാക്കിയാലും നല്ലതാണ്. ചില ഇതിൽ കൂടെ 1 സ്പൂൺ 2 സ്പൂൺ ഉഴുന്നുമാവ്, ദോശമാവ് ചേർക്കും. ഉഴുന്നുമാവല്ല, ദോശയുടെ മാവ് നമ്മൾ അരച്ച് വെച്ച് ചേർക്കും. അങ്ങനെ ചേർക്കുമ്പോൾ ഉണ്ടാകുമ്പോൾ എന്താ അറിയുമോ, നിറയെ എണ്ണ കുടിക്കും. ആ എണ്ണ ഈ ബജ്ജിയിൽ നിറയെ എണ്ണ കുടിക്കും. ഇതിലിപ്പോൾ എണ്ണയൊന്നും കുടിച്ചിട്ടേ ഇല്ല. കണ്ടു, 1 സ്പൂൺ അരിപ്പൊടി ചേർത്തു. അതുകൊണ്ട് ഞാൻ പറയാണ് ഫ്രണ്ട്സ്, ഈ വഴുതിരിങ്ങ ബജ്ജി അത് ഇങ്ങനെയുള്ള വഴുതിരിങ്ങ വെച്ച് ഉണ്ടാക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് കേട്ടോ. നാടൻ കായ വെച്ചിട്ടുണ്ടാക്കുന്നത് ശരിയാണ്, പക്ഷേ എനിക്കിതൊരു ഫാമിന്ന് ഒരു ആൾ കൊണ്ടുവന്ന് തരുന്നതാണ്. അങ്ങനെ ഞാൻ വാങ്ങിയതാണത്. കാണാൻ നല്ലൊരു ഭംഗിയായിരുന്നു അവിടെ വെച്ചിരിക്കുന്ന കാണുമ്പോൾ. അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇതുണ്ടാക്കാൻ അറിയാം. എന്നാലും ഞാൻ പറഞ്ഞത് എൻ്റെ ടിപ്പാണ്. അപ്പോൾ നമ്മൾ ഇത് അതേമാതിരി ഈ വഴുതിരിങ്ങ മുറിച്ച് നമ്മൾ മാവ് കലക്കുന്നതിനെ വെച്ച് വേഗം നമ്മൾ മാവൊക്കെ കലക്കി വെച്ച് വഴുതിരിങ്ങ നന്നായി കഴുകി അപ്പം. പക്ഷെ അത് വഴുതിരിങ്ങ മുറിച്ചൊരു സമയം കൊണ്ട് ഒരു കറുപ്പ് നിറം വരും. അപ്പോൾ അതിൻ്റെ ഭംഗി പോകും. അപ്പോൾ എന്താ ചെയ്യേണ്ടത്, വഴുതിരിങ്ങ വട്ടത്തിൽ മുറിച്ചിരുത്തുന്നതിന് ഉപ്പ് വെള്ളത്തിലിട്ട് വയ്ക്കുക. അപ്പോൾ ഈ 2-3 ടിപ്പ് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് ഇതേമാതിരി തന്നെ ഉള്ളി വട്ടത്തിൽ മുറിച്ച് ചെയ്യാം, ഉരുളക്കിഴങ്ങ് ചെയ്യാം, പിന്നെ മുട്ട വേവിച്ച് ചെയ്യാം. അത് ടേസ്റ്റാണ് കേട്ടോ. പക്ഷെ നമ്മൾ ആ മാവിൻ്റെ കൂടെ ചേർക്കുന്നതും കുറച്ചുകൂടി നല്ല ഇതേമാതിരി ഉള്ളി, ഇഞ്ചി, പച്ചമുളക് അതൊക്കെ ചേർത്തിട്ട് മുട്ട ബജ്ജി ഉണ്ടാക്കി നോക്കൂ, നല്ല ടേസ്റ്റാണ്. സാധാരണ ഒരു വലിയ ഉള്ളി, 2-3 പച്ചമുളക്, അതിലൊരു കഷ്ണം ഇഞ്ചി അല്ലെങ്കിൽ ജീരകം, ഇതേതെങ്കിലും ഒന്ന് ചേർത്ത് അരച്ചിട്ട് മാവിൽ കൂടെ കലക്കുക. അപ്പോൾ ആ മുട്ട ബജ്ജിക്ക് നല്ലൊരു ടേസ്റ്റായിരിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഏത് വഴുതിരിങ്ങ വെച്ചിട്ടും ചെയ്യാം. നമ്മളുടെ സാധാരണ കിട്ടുന്ന നീല വഴുതിരിങ്ങ, വരയുള്ള വഴുതിരിങ്ങ ഏത് വെച്ചിട്ടും ചെയ്യാം. പക്ഷേ ഇതിനൊക്കെ കുറച്ച് ടേസ്റ്റ് കൂടുന്നു മാത്രം, സോഫ്റ്റ്നെസ് ആയിരിക്കും കുറച്ചുകൂടി. അതേമാതിരി ഞാൻ ഇതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, വഴുതിരിങ്ങ തിരഞ്ഞെടുക്കുമ്പോൾ എപ്പോഴും ഘനമില്ലാത്ത എത്ര വലിയ വഴുതിരിങ്ങ എടുക്കുകയാണെങ്കിലും കയ്യിലൊന്നിങ്ങനെ എടുത്തു നോക്കി അതിൻ്റെ ലൈറ്റ്നെസ് ഫീൽ ചെയ്യുമ്പോൾ മാത്രമാണ് ആ വഴുതിരിങ്ങ മൂക്കാത്തതും കുരുവില്ലാത്തതുമായിട്ട് കിട്ടുക. ആ കുരുവുള്ള വഴുതിരിങ്ങയ്ക്ക് നല്ല മൂപ്പെത്തിയാൽ ചെറിയൊരു കശപ്പ് വരുന്നുണ്ട്. അതെൻ്റെ അനുഭവം കൊണ്ട് പറയുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാവരും എൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരിക, ഞാൻ പറയുന്ന മാതിരി ഒരു ഷെയർ ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറഞ്ഞ് സബ്സ്ക്രൈബ് ചെയ്യാൻ നോക്കുക. സോ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ വിത്ത് എ വണ്ടർഫുൾ റെസിപ്പി. It's bye from Sudha Menon.